നമസ്കാരം. ടാരോട്ട് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് എനർജി എന്താണെന്നുള്ളതാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത്. അതുപോലെ ഈ റീഡിംഗിൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയാം. അതുപോലെ ലവേഴ്സ് ആയിക്കോട്ടെ, എസ്റ്റമെറ്റൽ അഫെയർ ഉള്ള ആളുകളായിക്കോട്ടെ, എല്ലാവർക്കും ഈ റീഡിംഗ് എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ മുകളിൽ കൊടുക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ പോസിറ്റീവ് മൈൻഡ് സെറ്റോട് കൂടി ഇരുന്നിട്ട് റീഡിംഗ് കാണാം കേട്ടോ. എയ്റ്റ് ഓഫ് വാൻസ് എനർജിയാണ്. ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത് കേട്ടോ. നിങ്ങൾ പേഴ്സന്റെ ഭാഗത്തുനിന്ന് ചിലപ്പോൾ ഒരു ഓണൊക്കെ അല്ലേ ആവുന്നത്, അപ്പോൾ ഓണാശംസകളോ അങ്ങനെ എന്തെങ്കിലും ആളുടെ ഭാഗത്തുനിന്ന് ഒരു മെസ്സേജ് വരുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു എന്നുള്ള ഒരു എനർജിയാണ് കാണിക്കുന്നത്. മാത്രമല്ല ഒരു സ്പീഡപ്പ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷനാണ് കാണിക്കുന്നത്. ഡിലേ ആവാതെ സ്പീഡായിട്ട് തന്നെ അവരുടെ ഭാഗത്തുനിന്ന് ഒരു കോണ്ടാക്ട് വരുന്ന ഒരു എനർജിയാണുള്ളത് കേട്ടോ. ടു ഓഫ് വാൻസ് എനർജിയാണ്. അവര് ഒരു നെഗറ്റീവ് തിങ്കിങ്ങിലാണ് ഇതുവരെ ഉണ്ടായിട്ടുള്ളത് എന്നാണ് കാണിക്കുന്നത്. അവർ ഓവർ തിങ്ക് ചെയ്ത് പല കാര്യങ്ങളും നെഗറ്റീവായിട്ട് മാത്രം ചിന്തിച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് കാണിക്കുന്നത്. ഈ റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോയാൽ ശരിയാവില്ല, അങ്ങനെ പല നെഗറ്റീവ് തിങ്കിങ്ങും ഉണ്ട്. മുന്നോട്ട് പ്രശ്നങ്ങളായിരിക്കും. അങ്ങനെ ഈ റിലേഷനെ ബേസ് ചെയ്ത് എപ്പോഴും ഒരു നെഗറ്റീവായിട്ടുള്ള രീതിയിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. മാത്രമല്ല മറ്റുള്ളവർ അതിന് സപ്പോർട്ടീവായിട്ട് സംസാരിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. ചിലപ്പം ഫ്രണ്ട്സ് ആയിരിക്കാം, കൊളീഗ്സ് ആയിരിക്കാം, അങ്ങനെ മറ്റുള്ളവരുടെ ഭാഗത്തുനിന്ന് കൂടി അവർക്ക് നെഗറ്റീവായിട്ടുള്ള ഒരു രീതിയിലോട്ട് അവരെ കൊണ്ടുപോകുന്ന ഒരു എനർജി കൂടി കാണിക്കുന്നുണ്ട് കേട്ടോ. എയ്റ്റ് ഓഫ് പെന്റിക്കിൾസ് എനർജിയാണ്. അവര് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് അവരുടെ ലൈഫിനെ കുറിച്ച് ഒന്ന് പ്ലാൻ ചെയ്യുന്നതായിട്ട് കാണുന്നത്. ഒരു കരിയർ ആയിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ഫിനാൻഷ്യൽ കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ അവരെന്തെങ്കിലും വീട് വെക്കുന്നത് പ്ലാൻ ചെയ്യുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ സ്ഥലം വാങ്ങുന്നത് പ്ലാൻ ചെയ്യുന്നുണ്ടായിരിക്കാം, ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് പ്ലാൻ ചെയ്യുന്നുണ്ടായിരിക്കാം. അങ്ങനെയുള്ള പ്ലാനിങ്ങിലോട്ട് അവർ കൂടുതൽ ഫോക്കസ്ഡ് ആവുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. അങ്ങനെ അതിലോട്ട് ഫോക്കസ്ഡ് ആയതുകൊണ്ടായിരിക്കാം നിങ്ങൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ കുറച്ച് ഡിലേ ആവുന്നതും ഒരു ഡിസ്റ്റൻസ് ഒക്കെ വന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കാം പേഴ്സണ് സ്നേഹമില്ലാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ അവർക്ക് ഈ റിലേഷനോട് താല്പര്യമില്ല, അതിന്റെ പേരിൽ നിങ്ങൾ തമ്മിൽ വഴക്കോ പ്രശ്നമോ ഉണ്ടായിട്ട് മാറിയിരിക്കുകയാണെങ്കിൽ അവർ കരുതുന്നത് അവര് ഇത് എല്ലാവർക്കും കൂടി വേണ്ടിയിട്ടല്ല, അല്ലെങ്കിൽ നിങ്ങൾ കൂടി വേണ്ടിയിട്ടാണല്ലോ കാര്യങ്ങൾ ചെയ്യുന്നത്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുന്നില്ല എന്നുള്ള ഒരു പെയിനിൽ നിങ്ങൾ പേഴ്സൺ ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത്. പേജ് ഓഫ് സോഴ്സ് എനർജിയാണ്. ഈ റിലേഷനിൽ നിങ്ങളുടെ പേഴ്സൺ മുന്നോട്ട് ഒരു ആക്ഷൻ എടുക്കും എന്നുള്ളതാണ്. അവരായിട്ട് ഈ റിലേഷൻ വേണം എന്നുള്ള രീതിയിൽ മുന്നോട്ട് വരുന്ന എനർജിയാണ് കേട്ടോ. അവർ വേണോ വേണ്ടയോ എന്നൊക്കെ കരുതി മുന്നോട്ട് വരുന്ന ഒരു എനർജിയാണ്. ഇത് റിലേഷൻ റെഡി ആവുമോ എന്നുള്ള കൺഫ്യൂഷനൊക്കെ ഉണ്ട്. എന്നാലും അവരായിട്ട് തന്നെ ഒരു ഡിസിഷൻ എടുക്കുന്നതായിട്ടാണ്. എന്തായാലും കുഴപ്പമില്ല, ഞാൻ ആക്ഷൻ ഇടാൻ തയ്യാറാണ്, മുന്നോട്ട് ഇത് കൊണ്ടുപോവാം, ഒന്നുകൂടി ശരിയാവും, ശ്രമിച്ചു നോക്കാം എന്നുള്ളൊരു ചിന്തയിൽ ഒരു പോസിറ്റീവ് ഡിസിഷനിലോട്ട് അവർ മാറുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത്. ദ സൺ കാർഡാണ്. ഇവിടെ എല്ലാ രീതിയിലും ഒരു സന്തോഷം നിങ്ങളുടെ ലൈഫിൽ വരുന്നതായിട്ടാണ് കാണുന്നത്. ഇപ്പം നമ്മളിപ്പം ഓണം ആഘോഷിക്കുന്ന ഒരു സമയമാണ്. അതേപോലെയുള്ള ഒരു സന്തോഷം, ഒരു ഹാപ്പിനെസ് നിങ്ങളുടെ ലൈഫിൽ മൊത്തത്തിൽ വരുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ സാഹചര്യം അല്ലെങ്കിൽ നിങ്ങളുടെ സിറ്റുവേഷൻ ഒക്കെ മാറുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങളുടെ സിറ്റുവേഷൻ കുറച്ച് ഡെസ്പായിട്ട് സന്തോഷമില്ലാതെ വിഷമിച്ചിരിക്കുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ അതിൽ മൊത്തം ഒരു സന്തോഷം നിങ്ങൾക്ക് കിട്ടും, അല്ലെങ്കിൽ നിങ്ങളുടെ സിറ്റുവേഷൻ മൊത്തം ചേഞ്ചായി ഒരു ഹാപ്പിനെസ് നിങ്ങളുടെ ലൈഫിൽ വരും എന്നുള്ളതാണ്. ഒരു ഡാർക്ക് നൈറ്റ് മൂഡിയായിട്ട് ഇരുന്നിരുന്ന ഒരു സിറ്റുവേഷൻ മാറി ചിരിച്ച് കളിച്ച് സന്തോഷിക്കുന്ന ഒരു ലെവലിലോട്ട് നിങ്ങളുടെ ലൈഫ് ഇപ്പോൾ മാറാൻ വേണ്ടി പോകുന്നു എന്നുള്ളതാണ് കേട്ടോ. കിങ് ഓഫ് സോഴ്സ് എനർജിയാണ്. ഇതുവരെ അവർ മാറി നിന്നിരുന്നത് റിലേഷനിൽ നിങ്ങൾ തമ്മിലും മുമ്പുണ്ടായിട്ടുള്ള വഴക്കുകൾ, പ്രശ്നങ്ങൾ, അതേക്കുറിച്ച് എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് എന്നാണ് കാണിക്കുന്നത്. അവരെപ്പോഴും ഈ സത്യം പറഞ്ഞാൽ കുറച്ച് കൂടുതൽ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്ന പേഴ്സൺ ആണ് കേട്ടോ. അപ്പോൾ ചെറിയ കാര്യം ഉണ്ടെങ്കിലും അവർ ചിലപ്പോൾ നിങ്ങൾ പറഞ്ഞ രീതിയിലായിരിക്കില്ല അതിനെ മനസ്സിലാക്കുന്നുണ്ടാവുക. നിങ്ങൾ അവരെ ഹേർട്ട് ചെയ്ത രീതിയിലായിരിക്കും നിങ്ങൾ പറയുന്ന ഓരോ കാര്യങ്ങൾ അവരെടുക്കുന്നത്. അപ്പോൾ അങ്ങനെ റിലേഷൻ പ്രശ്നത്തിലോട്ട് പോയതായിട്ടാണ് കാണുന്നത് കേട്ടോ.
5 ഓഫ് കപ്സ് എനർജിയാണ്. നിങ്ങൾ ഇപ്പൊ നിൽക്കുന്ന സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ അത്രയും വിഷമിച്ചിട്ടാണ്. ഇവിടെ ഇനി ഒരു റീയൂണിയൻ ഉണ്ടാവില്ല, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച നിങ്ങൾക്ക് എല്ലാ രീതിയിലുള്ള ആ ഒരു സ്നേഹവും റെസ്പെക്റ്റും എല്ലാം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു. നിങ്ങളിൽ നിന്നും ആ ഒരു സ്നേഹം അകന്നു പോയി, അല്ലെങ്കിൽ ഈ പേഴ്സൺ നിങ്ങളിൽ നിന്നും കംപ്ലീറ്റ് ആയിട്ട് വിട്ടുപോയി എന്നുള്ള രീതിയിൽ നിങ്ങൾ അത്രയും ഡെസ്പായിട്ട് വിഷമിച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷനെയാണ് കാണിക്കുന്നത്. പക്ഷേ ഈ ഒരു വിഷമിച്ചിരിക്കുന്ന സിറ്റുവേഷനിൽ ഒരു ചേഞ്ച് വരുന്നതായിട്ടാണ് സൺ കാർഡ് കാണിക്കുന്നത്. ഒരു പോസിറ്റീവായിട്ടുള്ള ചേഞ്ചിലോട്ട് ഈ ഇരിക്കുന്ന വ്യക്തിക്ക് ഇത്രയും മാറ്റങ്ങളാണ് വരുന്നത്. അത്രയും മാറ്റം നിങ്ങളുടെ ലൈഫിൽ മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ് കാണുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് കുറച്ച് മെസ്സേജ് കാർഡ് നോക്കാം. റിഫ്ലക്ഷൻ എന്ന് കാണിക്കുന്നുണ്ട്. അതായത് നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന അത്രയും സമയം അവർക്ക് നിങ്ങളെ മിസ് ചെയ്യുന്ന ഒരു എനർജി വരുന്നു എന്നുള്ളതാണ് കേട്ടോ. അവരെത്രമാത്രം നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്നു അത്രമാത്രം നിങ്ങളിലോട്ടുള്ള ഒരു നിങ്ങളിലേക്ക് തിരികെ വരാനുള്ള ഒരു ടെംപ്റ്റേഷൻ അവർക്ക് ഉണ്ടാവുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. ഈഗോ എന്ന് കാണിക്കുന്നുണ്ട്. കുറച്ച് ഈഗോ മൈൻഡ് ഉള്ള ഒരു പേഴ്സൺ ആണ്. അതുകൊണ്ടാണ് നിങ്ങളെ ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഇവിടെ നിങ്ങളിലേക്ക് വരാൻ അവർ ഡിലേ ആവുന്നത് അതുകൊണ്ടാണ്. നിങ്ങളായിട്ട് അങ്ങോട്ട് ചെല്ലട്ടെ, നിങ്ങൾ അങ്ങോട്ട് ചെന്ന് മടുക്കട്ടെ എന്നുള്ളൊക്കെ ഒരു ചിന്തയാണ് അവർക്കുള്ളത്. അതുകൊണ്ട് ആ ഒരു ഈഗോയ്ക്ക് പുറത്ത് അവർ മാറി നിൽക്കുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത്. അപ്പൊ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം. ലെറ്റർ ക്യൂ, പൂരുട്ടാതി, തിരുവോണം, ലെറ്റർ ആർ, അത്തം, വിശാഖം, ചിത്തിര, രേവതി, ചതയം, കാർത്തിക, പൂയം, ലെറ്റർ കെ, ലെറ്റർ ഐ, എറണാകുളം, കാസർഗോഡ്, കോഴിക്കോട്, ലെറ്റർ എൽ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിങ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.